ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു ആർമി കേണലിൻ്റെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലെ ക്രൂശിത രൂപം കണ്ടപ്പോൾ ഇയാൾ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതെടുത്തു മാറ്റുക, എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൽ എല്ലാ സന്തോഷകരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് വേണം പിറക്കുവാനായിട്ട്. നിങ്ങളുടെ ഈ ക്രൂശിത രൂപം എൻ്റെ ഭാര്യയുടെ മുറിയിൽ ആവശ്യമില്ല എന്ന് അലറിക്കൊണ്ട് അയാളുടെ നിർബന്ധമുണ്ടാക്കിയത് കൊണ്ട് അതിന് വഴങ്ങി കന്യാസ്ത്രീകൾക്ക് അവിടെ നിന്ന് ക്രൂശിത രൂപം എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പോൾ മാത്രമാണ് അയാൾ ശാന്തനായത്. അങ്ങനെ ഒരു ദുഃഖങ്ങളും കാണരുത്, വേദനകൾ എൻ്റെ കുഞ്ഞ് കാണരുത്, പ്രസവിച്ച് വീഴുന്ന എൻ്റെ കുഞ്ഞ് എല്ലാ നല്ല കാഴ്ചകളും സന്തോഷകരമായ കാഴ്ചകൾ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച ഇയാളുടെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിൽ കൊണ്ടുപോയി പ്രസവിച്ച അമ്മയെയും കുഞ്ഞിനെയും കാണാൻ ഇയാൾക്കിടയായി. കുഞ്ഞിനെ കൈമാറിയപ്പോൾ കന്യാസ്ത്രീ മദർ പറഞ്ഞു, ഇനി നിങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും ക്രൂശിത രൂപമല്ല, ഈ ലോകത്തിൽ ഒരു കാഴ്ചയും കാണുകയില്ല. ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. എന്താണ്? അപ്പോൾ പറഞ്ഞ ഇതാണ്, ഈ കുഞ്ഞിന് ജന്മന കാഴ്ചശക്തി ഇല്ല. കോരിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അതുകൊണ്ട് ജീവിതത്തിൽ കുരിശുകളും സങ്കടങ്ങളും സഹനങ്ങളും ഇല്ലാത്ത ആരുമില്ല. പക്ഷേ വിപരീത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, വിപരീത അനുഭവങ്ങളെ പോസിറ്റീവായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ മാർട്ടിൻ ബോറസിൻ്റെ ജീവിതത്തിലെ ഒരു കരിക്കട്ട പോലെ ഇരിക്കുന്ന വിശുദ്ധനാണ്. നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനടുത്ത് തന്നെ വിശുദ്ധ മാർട്ടിൻ ബോറസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമുണ്ട്. അപ്പോൾ അവിടെ കരിക്കട്ട പോലത്തെ ഒരു പുണ്യാളനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പുണ്യാളൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം കടന്നു പോകുമ്പോൾ ആളുകൾ പറയുമായിരുന്നു, ഇതേ തീക്കട്ട പോണെന്ന്. അതായത് കരിക്കട്ട യേശുവാകുന്ന തീക്കട്ടയോട് ചേർത്ത് വെച്ചപ്പോൾ അതിന് തീ പിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് കുറവുകൾ, നിറമോ കഴിവോ പഠിപ്പോ അഭംഗിയോ ബലഹീനതകളോ അവർഷാബോധങ്ങളോ ഏത് തന്നെയായിരുന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൗലോസിൽ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത്. കാരണം അപ്പൻ ഉപേക്ഷിച്ച് അമ്മയെയും 2 മക്കളെയും, നീഗ്രോ ആയ അമ്മയെയും ഈ കറുത്ത 2 മക്കളെ ഉപേക്ഷിച്ചു പോയ സായിപ്പ്, ആ കുടുംബത്തിൽ നിന്നുള്ള ആ മകൻ അപ്പനോടുള്ള വെറുപ്പിലും ലഹരിക്കടിപ്പെട്ടും ഇന്നൊക്കെ കാണുന്നത് പോലെ പ്രതികാര ചിന്തയാണ്. പിന്നെ സമൂഹത്തോട് പ്രതികാരം, സ്വയം പ്രതികാരം. പക്ഷേ ഈ അമ്മ വിശുദ്ധിയിൽ ആ മക്കളെ വളർത്തി. അങ്ങനെ ആ ഒരാണും ഒരു പെണ്ണും, അതിലൊരു മകനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. കരിക്കട്ട തീക്കട്ടയായ യേശുവിനോട് ചേർത്തപ്പോൾ തീക്കട്ടയായി മാറി. നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി ശപിച്ചുകൊണ്ട് നിൽക്കാതെ ദൈവത്തോട്, കുരിശോട്, സങ്കടങ്ങളോട്, സഹനങ്ങളോട് ചേർത്ത് ദൈവത്തിരുവിഷ്ടം നിറവേറ്റാനായിട്ട് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചിലർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും, ചിലർ ആത്മഹത്യ ചെയ്യാൻ പോകും, ആത്മഹത്യ ചെയ്യും. വേറെ ചിലർ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞതാ, ബിടെക്കുകാരായ 2 മക്കളും വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചതാണ്. 2 പേരും 2 വർഷവും 6 വർഷമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കയറി ഇരിക്കുക. അവർ വിചാരിച്ച ജോലിക്ക് തന്നെ, ഇവരോർക്കണ കപ്പലണ്ടി പൊളിക്കുന്നത് പോലെ, ആ തൊണ്ട് പൊളിക്കുന്ന പോലെ ബിടെക്കും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ എടുക്കുന്നു. 19 ലക്ഷം പേരാണ് ബിടെക്ക് പഠിച്ചിട്ട് ആ പഠിച്ച ജോലി കിട്ടാതെ ഇരിക്കുന്നത്. മറ്റു പല ജോലി, ഇതുപോലെ തന്നെ MBAയും മറ്റു കോഴ്സുകളൊക്കെ വേറെ കിട്ടുകയില്ല എന്ന് പറയത്തില്ല. മികച്ച റാങ്കോടും മികച്ച പ്രകടനത്തോടെ കഴിവോടെ ഒറ്റയടിക്കൊക്കെ പാസ്സായി പോകുന്ന പലർക്കും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴിയും അല്ലാതെയൊക്കെ കിട്ടും. ബാക്കി എങ്ങനെയും തട്ടിക്കൂട്ടി എടുത്ത് ജയിച്ച പലരുമാണ്. എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്ന ഒരു അറിവാണ്. കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നല്ല മാർക്കും നല്ല പഠിപ്പും നല്ല മികവും കാണിച്ചവർ പരിശ്രമിച്ച ഉത്സാഹത്തോടെ കയറിപ്പോവും. പക്ഷേ ഇന്നാൾ ഞാൻ ഓർക്കണേണ്, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ഹോൾഡറായിട്ട് ജയിച്ചു. പക്ഷേ മുറി അടച്ച് തന്നെ ഇരിപ്പാണ്. കാരണം എന്താ, കയ്യിൽ ഫോണുണ്ട്, ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കണം, തീറ്റ സമയാസമയത്ത് കൊടുക്കണം. അപ്പനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, കല്യാണപ്രായം വരെയും കഴിഞ്ഞു, ഇന്ന് വരെയും ഒരു ജോലിക്ക് പോയിട്ടില്ല. ഒരു പുസ്തക പുഴുവിനെ പോലെ മൊബൈൽ അടിമ, 2 ഉണ്ട്. പക്ഷേ ജോലി വേണ്ടേ, കാരണവന്മാരുടെ കാലം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അവർക്ക് പന്നയിലും പറണയിലും നാണക്കേടും ഉണ്ട്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ. മകൻ വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ
റാങ്ക് ഹോൾഡറാണ്. എത്രയോ അവസരങ്ങൾ വന്നാൽ ഒന്നിനും പോകില്ല. ഞാൻ പറഞ്ഞു മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതുപോലെ തന്നെ ഹലൂസിനേഷൻ ഉള്ള അവസ്ഥ, സ്കീസോഫ്രീനിയ, ചിലത് പിടിവിട്ട അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈപോളർ ഡിസോർഡറുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു കൗൺസിലറുടെയോ ഒക്കെ ഒരു സഹായമൊക്കെ ഉണ്ടെങ്കിൽ പലതും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടവപ്പള്ളിയിലെ വികാരി അച്ഛനുമായിട്ട് എല്ലാ വീട്ടുകാർക്കും നല്ല ബന്ധം, അവരും എല്ലാ വീടുകളിലൊക്കെ വരും. അങ്ങനെ വരുന്നവരുണ്ടായിരിക്കാം, വരുന്നില്ല എന്നല്ല പറയുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും എല്ലാം ഫോണിലേക്ക് നെറ്റിലേക്ക് ഒതുങ്ങി. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വയം ഒതുങ്ങിക്കൂടലുകളും നമ്മുടെ കാര്യം ആരും അറിയണ്ട, അച്ഛനും അറിയണ്ട, ധ്യാനഗുരും അറിയണ്ട, സ്വയം കൈകാര്യം ശ്രമിച്ചു പലതും കുളമായും വർഷങ്ങൾ പഴകി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും കുരിശുകളെയും ദൈവത്തിന് കൊടുത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചു. സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ ഇരട്ടിയാകും, സങ്കടമാണെങ്കിൽ പങ്കുവച്ചാൽ ഇല്ലാതാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. അല്ലാതെ സങ്കടം ഉണ്ടാകരുത്, സന്തോഷം മാത്രമേ ഉള്ളൂ മുറുകെ പിടിക്കാൻ വാരി പിടിക്കാനായിട്ട് ശ്രമിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുതരം ഡിഫൻസ് മെക്കാനിസം, ഒളിച്ചോടുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരും ചെയ്തവരുമുണ്ട്. മൂന്നാമത്തെ കാര്യം ഒതുങ്ങിക്കൂടി ഒന്നിലും പ്രവർത്തിക്കാതെ കർമ്മനിരതാതെ ഒതുങ്ങി ഇരിക്കുന്നവർ. അതുകൊണ്ട് ഇതിനെല്ലാം ഫേസ് ചെയ്യാനായിട്ട് എന്തിനെ നേരിടാൻ ശ്രമിച്ചാൽ ഏത് കാര്യവും നേരിടുമെന്ന് വിചാരിച്ചാൽ വന്നതിൽ സ്പീഡിൽ വന്നൊക്കെ പോയിക്കൊള്ളും. അതേസമയം നമ്മൾ ഒളിച്ചോടാനും ഒതുങ്ങിക്കൂടാനും മാറിപ്പോകാനും ശ്രമിച്ചാൽ അതിന് മാത്രമേ ഈ ജീവിതത്തിൽ സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏശയ്യാ 40, 29, 30 കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അപ്പോൾ അതിനുള്ളൊരു അഭിഷേകം ദൈവം എല്ലാവർക്കും തരട്ടെ. ഒരു വേദനയും ഒരു സങ്കടവും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല. അങ്ങനത്തെ ഒരു പ്രതീക്ഷയും വെക്കണ്ട. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത് മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ഈ ലോകത്തിലെ മനുഷ്യനായിട്ട് പറന്നു വീഴുന്ന രാജാവ് മുതൽ പ്രജ വരെ, പണ്ഡിതൻ മുതൽ പാമരൻ വരെ എല്ലാവർക്കും ഇങ്ങനെയുള്ള വേദനകളും തിക്ത അനുഭവങ്ങൾ, സഹനങ്ങൾ, പരീക്ഷണങ്ങൾ, ഒന്ന് മാറിയെന്ന് പറയുമ്പോൾ വേറൊന്ന്, ഒരു തിര മാറുമ്പോൾ വേറൊന്ന്. ഓഷോയുടെ വാക്കുകൾ വായിച്ചത് ഓർക്കുകയാണ്, ഒരു തിര വലുതെന്നോ ഒരു തിര ചെറുതെന്നോ ഒരു തിര മോശമെന്നോ ഒരു തിര നല്ലതെന്നോ പറയാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇതുപോലെയാണ്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കടന്നു വരും. ഓരോന്നിലൂടെ പല പാഠങ്ങളും അനുഭവങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ആ ശക്തി. ഇപ്പം ഞാൻ ഈ ചളിക്കോട്ടത്തെ ആറാട്ടുകടവ് പുഴയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പുഴയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഈ ചുറ്റുഭാഗങ്ങളിലുള്ള ഈ മരങ്ങളൊക്കെ എത്ര നല്ല അന്താളിച്ച് നല്ല പച്ചപ്പോടെ, അതിൻ്റെ വേരുകളൊക്കെ ഈ ജലാംശം കിട്ടുന്നത് കൊണ്ട് ആറ്റുതീരത്ത് നട്ടതുകൊണ്ട് ജെറമ്യാ 17 പറയുന്നത് പോലെ വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ആറ്റുതീരത്ത് നടപ്പെട്ട മനുഷ്യൻ പോലെ, വൃക്ഷം പോലെ തന്നെയാണ് ദൈവഭക്തിയിൽ ഊന്നിയുള്ള ജീവിതം. ദൈവഭക്തി ഇല്ലാതെ ഒന്നും സാധ്യമല്ല. കുരിശിനെ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. അവൻ വേദനകൾ വർദ്ധിച്ചപ്പോൾ കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്ന ദൃഷ്ടാന്തം ഇതാണ്. രക്തം വീർത്ത് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. അതിനുള്ള ശക്തി ദൈവം തരട്ടെ. മടുത്തു പോയിട്ടും മടുപ്പ് വിചാരിച്ചിട്ടും ജീവിതത്തെ ശപിച്ചിട്ടും പ്രാഗിച്ചിട്ടും കാര്യമില്ല. ഉന്മേഷവും ഉണർവുള്ളവരായിരിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.